നമസ്കാരം. കേരളം കണ്ട അല്ലെങ്കിൽ രാജ്യം കണ്ട ഏറ്റവും വലിയ പ്രകൃതി ദുരന്തം അതാണ് വയനാട്ടിൽ സംഭവിച്ചത്. ഏതാണ്ട് 250-ന് മുകളിൽ ആളുകളാണ് ഇതിനോടകം മരിച്ചതെന്നാണ് അറിയാൻ കഴിയുന്നത്. ഏതാണ്ട് 194ഓളം പേർ ചികിത്സയിലാണ്. 200 ചില്ലാനം ആളുകളെ കാണാനില്ല എന്ന തരത്തിലും വാർത്ത വരുന്നുണ്ട്. അതിനിടയ്ക്കാണ് മനോരമ ന്യൂസ് റിപ്പോർട്ട് ചെയ്തൊരു വാർത്ത, ഈ ഒരു ദൃശ്യം ഇതിനിടയ്ക്ക് വൈറലാകുന്നത്. അതായത് ചൊവ്വാഴ്ച പുലർച്ചെയാണ് ഈ ഒരു ദുരന്തം ഉണ്ടാകുന്നത്. തിങ്കളാഴ്ച വൈകിട്ട് 3 മണിയോടുകൂടിയാണ് മനോരമ ന്യൂസ് സംഘം ഈ ഒരു വാർത്ത ചിത്രീകരിച്ചിരിക്കുന്നത്. വയനാട് റിപ്പോർട്ടർ ഷെഫീഖ് എല്ലയിടത്തും ക്യാമറാമാൻ സന്തോഷ് പിള്ളയുമാണ് ഈ ഒരു വാർത്താ സംഘത്തിലുണ്ടായിരുന്നത്. അവര് അവിടുത്തെ ഒരു അപായ സൂചന മുന്നിൽ കണ്ടാണ് ഇവർ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യാനായിട്ട് എത്തിയത്. അതായത് അവിടെ ചെല്ലുമ്പോൾ ആ ഒരു ദൃശ്യത്തിൽ തന്നെ നമുക്ക് കാണാം, മുണ്ടക്കൈ പുഴയാണ് ആ ഒഴുകി വരുന്നത്. ആ കലങ്ങി മറിഞ്ഞാണ് ആ പുഴ ഒഴുകി വരുന്നത്, മണ്ണൊക്കെ കലർന്ന്. അതായത് വനത്തിനുള്ളിൽ ഈ മുണ്ടക്കൈ പുഴ ഒഴുകി വരുന്ന വനത്തിനുള്ളിൽ ആഹ്, ഈ ഒരു സമയത്ത് മണ്ണിടിഞ്ഞിട്ടുണ്ട്. ആ മണ്ണ് കലങ്ങിയ വെള്ളമാണ് ഈ കുതിച്ചു വരുന്നത്. ഈ ഒരു പുഴ ഒഴുകി വരുന്നത് ചൂരൽമല ഭാഗത്തേക്കൊക്കെയാണ്. അവിടൊക്കെ വെള്ളം കയറിയിരുന്നു. അവിടുത്തെ ആളുകളെയൊക്കെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കൊക്കെ ഭരണകൂടം, ജില്ലാ ഭരണകൂടം, ബന്ധപ്പെട്ട അധികൃതരെയൊക്കെ മാറ്റി പാർപ്പിക്കുന്ന ആ ഒരു കാര്യങ്ങൾ നടക്കുകയായിരുന്നു ആ സമയത്ത്. അതിനുള്ളിൽ തന്നെ ഈ അധികൃതർ, ജില്ലാ ഭരണകൂടം ഒരു ജാഗ്രതാ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഈ പുഴയ്ക്ക് ഈ പുഴയ്ക്ക് ഇരുവശവും താമസിക്കുന്ന ആളുകൾക്ക് അതീവ ജാഗ്രത പുലർത്തണമെന്നുള്ള നിർദ്ദേശവും ഈ ജില്ലാ ഭരണകൂടം നൽകിയിരുന്നെന്ന് ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നതിനകത്ത് പറയുന്നുണ്ട്. എന്തായാലും മുണ്ടക്കൈ നിവാസികൾ ഇത് ഈ ഒരു ദുരന്തം മനസ്സിൽ കണ്ടിരുന്നു എന്ന് വേണം പറയാൻ. ആ ഒരു സമയത്ത് ഈ അതായത് അങ്ങനൊരു ദുരന്തം നേരിടേണ്ടി വരുമോ എന്നുള്ള ആശങ്ക ഉണ്ടായിരുന്നു എന്ന് വേണം ഈ ഒരു വാർത്തയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ. അതിനകത്ത് രാമസ്വാമി എന്ന് പറയുന്ന ഒരു പ്രദേശവാസി ഈ മനോരമ ന്യൂസ് സംഘത്തിനോട് സംസാരിച്ചിരുന്നു. അദ്ദേഹം പറയുന്ന വാക്കുകൾ എന്താണെന്ന് വെച്ചാൽ, അതായത് തിങ്കളാഴ്ച പുലർച്ചെ 3 മണി മുതൽ അതിശക്തമായ മഴയാണ് ആ ഭാഗത്ത്. ഈ മഴ തുടരുന്നതിനിടയിൽ വനത്തിനുള്ളിൽ വെച്ചിട്ട് ഈ മണ്ണിടിഞ്ഞിട്ടുണ്ട്. ചെറിയ ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ട്. അതാണ് ഈ പുഴ കലങ്ങി മറിഞ്ഞിങ്ങനെ ഒഴുകുന്നത്. ഇനിയും ഉരുൾപൊട്ടാനുണ്ട്. അത് പൊട്ടും എന്ന തരത്തിലാണ് രാമസ്വാമി മനോരമ ന്യൂസ് സംഘത്തിനോട് പറഞ്ഞത്. എന്തായാലും മണിക്കൂറുകൾക്ക് ശേഷം ആ ഒരു ദുരന്തം സംഭവിക്കുകയും ചെയ്തു. മനോരമ ന്യൂസ് സംഘം തയ്യാറാക്കിയ ആ വാർത്ത, ആ ഒരു ദൃശ്യം നമുക്കൊന്ന് കാണാം. വയനാട് മേപ്പാടി മുണ്ടക്കയിൽ അതിശക്തമായിട്ടുള്ള മഴ ഇപ്പോഴും തുടരുകയാണ്. മുണ്ടക്കൈ പുഴയാണ് എനിക്ക് പിന്നിൽ കാണുന്നത്. ഈ വനത്തിനുള്ളിൽ നേരിയ തോതിലെങ്കിലും മണ്ണിടിച്ചിലുണ്ടായതിന്റെ പ്രതിഫലനമാണ് ഈ കാണുന്നത്. വനത്തിൽ നിന്ന് അതിശക്തമായി ഈ വെള്ളം കുത്തൊഴുകി വരുന്നു. ഈ വെള്ളം നേരെ പോകുന്നത് ചൂരൽമലയും അതോടൊപ്പം മുത്തുമലയൊക്കെ കടന്നിട്ടാണ്. ആ മേഖലയിലൊക്കെ നിരവധി വീടുകളിലേക്ക് വെള്ളം കയറിയിട്ടുണ്ട്. അവിടെയൊക്കെ ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്ന അടക്കമുള്ള നടപടികൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. ഈ പുഴയുടെ ഇരുവശമുള്ള ആളുകളോട് അതീവ ജാഗ്രത പാലിക്കാനാണ് ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകിയിട്ടുള്ളത്. രാത്രി 3 മണിക്ക് തുടങ്ങിയതാണ്, ഇതുവരെ നിന്നിട്ടില്ല മഴ. പക്ഷെ നല്ല വെള്ളമാണ്. ഉരുൾപൊട്ടൽ മുകളിൽ പൊട്ടിയിട്ടുണ്ട് സംഗതി. ഇനി പൊട്ട ഉണ്ട്, പക്ഷെ ആ വെള്ളമാണ് ഇപ്പൊ വരുന്നത് പൊട്ടിയിട്ട്. ഇനി പൊട്ട ഉണ്ട് സംഗതി, പൊട്ടി വരും. ഏതായാലും അതിതീവ്ര മഴ വീണ്ടും വീണ്ടും തുടരുന്ന ഒരു സാഹചര്യത്തിൽ തന്നെ വലിയ രീതിയിൽ ജാഗ്രത പാലിക്കാനാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അടിയന്തര ഘട്ടങ്ങളൊക്കെ അതിജീവിക്കാൻ പാകത്തിലുള്ള മുന്നൊരുക്കങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് എന്ന് ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൂടുതൽ ക്യാമ്പുകൾ തുടക്കേണ്ട സാഹചര്യമുണ്ടെങ്കിൽ, കൂടുതൽ ആളുകളെ മാറ്റിപ്പാർപ്പിക്കേണ്ട സാഹചര്യമുണ്ടെങ്കിൽ അതിനൊക്കെയുള്ള മുന്നൊരുക്കങ്ങൾ ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട് എന്നുള്ള അറിയിപ്പാണ് ജില്ലാ ഭരണകൂടത്തിൽ നൽകിയിട്ടുള്ളത്. ഏതായാലും ഇപ്പോഴും ഇവിടെ പ്രദേശത്ത് ശക്തമായിട്ടുള്ള മഴ തുടരുകയാണ്. ഈ പുഴ വലിയ രീതിയിൽ കരകവിഞ്ഞൊഴുകുന്നു. അതോടൊപ്പം പാറയും മരങ്ങളൊക്കെ ഇവിടെ നിന്ന് ഒഴുകി ജനവാസ മേഖലയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. ഏതായാലും ഇവിടെ ഇനിയും മഴ തുടരുമെന്നുള്ള സാഹചര്യം ഉള്ളത് കൊണ്ട് തന്നെ വലിയ രീതിയിൽ ജാഗ്രത പാലിക്കാനാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. എന്തായാലും മുണ്ടക്കൈ നിവാസികൾ ഇത്തരത്തിലൊരു അപകടം അവർ മനസ്സിൽ കണ്ടിരുന്നു എന്ന് വേണം ഈ രാമസ്വാമിയുടെയൊക്കെ വാക്കുകളിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ. പക്ഷേ ഇത് ഇത്തരത്തിൽ ഇങ്ങനൊരു സംഭവം ഇത്ര വേഗമുണ്ടാകുമെന്നൊരിക്കലും അവർ പ്രതീക്ഷിച്ചും കാണില്ല. എന്തായാലും സങ്കടകരമായ സംഭവം. ഒരു നാട് തന്നെ ഇല്ലാതായ അവസ്ഥ.